അതായത് നിത്യയുടെ ക്യാരക്ടറിന് ഒരു ബന്ധമില്ലാത്തൊരു കോസ്റ്റ്യൂം അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ട്രൈ ചെയ്തപ്പോ ഞാൻ ഇതെന്തിനുള്ള കോസ്റ്റ്യൂമാന്ന് ചോദിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു പാട്ട് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ പാട്ടെടുത്ത് നോക്കിയപ്പോൾ അതിന്റെ സെയിം എക്സാക്ട് കോസ്റ്റ്യൂം. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ലൈക്ക് അത് കോപ്പി ചെയ്തു അല്ലെങ്കിൽ സിമ്രൻ മാമിനെ കോപ്പി ചെയ്യുന്ന പോലെ ഒരു ഫീല് വരരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. എൻ്റെ അങ്ങനെ ഒരു സ്പേസും ഉണ്ടായിരുന്നു ടു ഡു ഇറ്റ് ഇൻ മൈ സ്റ്റൈൽ. അതിപ്പോ എൻ്റെ ആണെങ്കിലും അർജുൻ്റെ ആണെങ്കിലും ശരി, നമ്മൾ സെയിം സംഭവം റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ എക്സ്പ്രഷൻസ് നമ്മുടെ സ്റ്റൈൽ എങ്ങനെയാണോ അത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. സോ ഞാനതിൻ്റെ വാട്ട് ഇഫ് ഇറ്റ് ഗോസ് റോങ് എന്നുള്ള ഏരിയയിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഗുഡ് ബാഡ് അഗ്ലി ഭയങ്കര ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങി തൊട്ടടുത്ത ദിവസം ട്വിറ്ററിൽ ട്രെൻഡിങ് ആയിരുന്നത് ഗുഡ് ബാഡ് അഗ്ലിയേക്കാൾ പ്രിയയുടെ പേരാണ്. എങ്ങനെയാണ് റിസീവ്? ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല ആക്ച്വലി. ചെറിയൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ, ചെറിയൊരു സ്ക്രീൻ സ്പേസേ ഉള്ളൂ. ആൻഡ് ആ ക്യാരക്ടർ ഇത്രയും എന്താ പറയാ പിവറ്റിലാണ് എന്നുള്ളതും അത് വരുമ്പോൾ ഇത്രയും ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ബട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ആ ഒരു പാട്ട് റീക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു ഓളത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് ഭയങ്കര ഫേമസ് ആയിട്ടൊരു ഹിറ്റ് റെട്രോ സോങ് ആണ്. സോ അത് റീക്രിയേറ്റ് ചെയ്യാൻ കിട്ടി എന്നുള്ളത് തന്നെ ഭയങ്കര ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ ഈ പാട്ടിന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ആക്ച്വലി ആദ്യത്തെ അടുത്ത് കഥ പറയുമ്പം ഇങ്ങനെ ഒരു ട്വിസ്റ്റ്, കഥയിലെ മെയിൻ ട്വിസ്റ്റ് ഈ ഒരു നിത്യ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പാട്ട് റീക്രിയേറ്റ് ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ലുക്ക് ടെസ്റ്റിന്റെ സമയത്ത് കോസ്റ്റ്യൂം ട്രയൽസിനാണ്, അതായത് നിത്യയുടെ ക്യാരക്ടറിന് ഒരു ബന്ധമില്ലാത്തൊരു കോസ്റ്റ്യൂം അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ട്രൈ ചെയ്തപ്പോ ഞാൻ ഇതെന്തിനുള്ള കോസ്റ്റ്യൂമാന്ന് ചോദിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു പാട്ട് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ പാട്ടെടുത്ത് നോക്കിയപ്പോൾ അതിന്റെ സെയിം എക്സാക്ട് കോസ്റ്റ്യൂം. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതായത് പ്രിയ ഡാൻസർ കൂടിയാണല്ലോ, ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനെ ഒരു ഡാൻസ് വീക്കെൻഡ്സ് കിട്ടുക. അപ്പം ഇത് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കൾട്ട് ക്ലാസിക് പാട്ടാണ്, അത് റീക്രിയേറ്റ് ചെയ്താൽ മോശമായാൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഒരു ബോധം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു ഇത് ചെയ്യുമ്പോൾ, ഒരു സിമ്രൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പാട്ടാണ് എന്നുള്ളത്? ഞാൻ ആക്ച്വലി അത്ര ആലോചിച്ചില്ല. കാരണം ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് സൈഡിലോട്ട് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആലോചിക്കാനുള്ളതുകൊണ്ട് ഞാൻ അത്ര ആലോചിച്ചില്ല. ഐ വാസ് ജസ്റ്റ് എക്സൈറ്റഡ്. ഇങ്ങനെ ഒരു പാട്ടുണ്ട്, നമുക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, അപ്പൊ നന്നായിട്ട് പറ്റുന്നതിൽ ബെസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈവൻ വീഡിയോ ആണെങ്കിൽ പോലും 1-2 തവണ ഫോർ റെഫറൻസ് കണ്ടു എന്നുള്ളതല്ലാതെ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ലൈക്ക് അത് കോപ്പി ചെയ്തു അല്ലെങ്കിൽ സിമ്രൻ മാമിനെ കോപ്പി ചെയ്യുന്ന പോലെ ഒരു ഫീല് വരരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. എൻ്റെ അങ്ങനെ ഒരു സ്പേസും ഉണ്ടായിരുന്നു ടു ഡു ഇറ്റ് ഇൻ മൈ സ്റ്റൈൽ. അതിപ്പോ എൻ്റെ ആണെങ്കിലും അർജുൻ്റെ ആണെങ്കിലും ശരി, നമ്മൾ സെയിം സംഭവം റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ എക്സ്പ്രഷൻസ് നമ്മുടെ സ്റ്റൈൽ എങ്ങനെയാണോ അത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. സോ ഞാനതിൻ്റെ വാട്ട് ഇഫ് ഇറ്റ് ഗോസ് റോങ് എന്നുള്ള ഏരിയയിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ അടയാളവ് ചെയ്യുമ്പോൾ 18 വയസ്സായിരുന്നു പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള വലിയൊരു കാര്യത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രായമായിട്ടില്ല, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനുള്ള ഒരു പ്രായമായിട്ടില്ല. പക്ഷെ ഈ ഫെയിം വരുന്നതിനോടൊപ്പം സ്വകാര്യ ജീവിതം ഹനിക്കപ്പെടുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അത് ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റം, അല്ലെങ്കിൽ പ്രിയിടുന്ന വസ്ത്രങ്ങളടക്കം ജഡ്ജ് ചെയ്യപ്പെടുന്നു, പറയണ ഒരു കാര്യം പോലും ഒരു കുട്ടിയാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ ഇല്ലാതെ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഇതിനെ ഇപ്പൊ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാനത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഷ്യസ്ലി എഫേർട്ട് ഒന്നും ഇടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതൊരു സൈഡിൽ അങ്ങനെ നടക്കുന്നുണ്ട്, അതങ്ങനെ നടന്നു പൊക്കോട്ടെ. ഞാൻ എൻ്റെ കാര്യം ചെയ്യുന്നു, എൻ്റെ കാര്യം നോക്കുന്നു, ഞാൻ ഒരു സൈഡിൽ ഇരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ലൈക്ക് ഐ ഡോണ്ട് ലെറ്റ് ഇറ്റ് എഫക്ട് മീ. കാരണം ഇപ്പൊ ഒരു 10-100 നല്ല കമന്റിന്റെ ഇടയിൽ ഒരു മോശം കമന്റ് ഉണ്ടെങ്കിൽ മതി നമ്മുടെ ദിവസം പോകാനായിട്ട്. സോ ദാറ്റ് ഈസ് ഹൗ ആർ ബ്രെയിൻ വർക്ക്സ്. ഹ്യൂമൻ ബ്രെയിൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എത്ര പേര് നല്ലത് പറഞ്ഞാലും ഒരാളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം പോയി കിട്ടും. സോ ഐ ബെറ്റർ നോട്ട് എൻഗേജ്. ഐ വുഡ് റാദർ നോട്ട് എൻഗേജ് ഇൻ ദോസ് തിങ്സ്. അപ്പം ഇന്നത്തെ തീയതിയിൽ ഞാൻ എൻ്റെ കോമന്റ്സ് വായിക്കാനോ അതിൽ എൻഗേജ് ചെയ്യാനോ നിൽക്കാറില്ല എന്നുള്ളതാണ്. ലൈക്ക് ഐ വിൽ ഡു മൈ തിങ് ആൻഡ് ഐ വിൽ take care of my work and just focus on that. കാരണം ആവശ്യത്തിലധികം നെഗറ്റിവിറ്റി ഉണ്ട് in the world. So why feed yourself that
എന്നുള്ളൊരു മെന്റൽ സ്പേസിലാണ് ഞാനുള്ളത്. പക്ഷെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇപ്പൊ ഫാമിലി ആയിട്ട് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്വകാര്യത കിട്ടുന്നില്ല എന്നുള്ളത് ഒരു ബൈ 18 മുതൽ ഇത് ഹാൻഡിൽ ചെയ്ത് വരികയാണല്ലോ. അതെങ്ങനെയാണ് പ്രിയ വ്യക്തി ജീവിതത്തെയും പ്രൊഫഷണൽ ജീവിതത്തെ രണ്ടാക്കി കാണുന്ന പോയിന്റ് എവിടെയാണ്? സംടൈംസ് എനിക്ക് ഈ പറയുന്ന പോലെ ഒരു ഇത്രയും കാലത്തിൽ എനിക്ക് 21, 22 അപ്പോഴൊക്കെ എനിക്ക് തോന്നുമായിരുന്നു ഒരു സാധാരണ 22 വയസ്സുള്ള പെൺകുട്ടി ചെയ്യുന്നതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദി അതർ സൈഡ് ഓഫ് ഇറ്റ് ഓൾസോ. ഇപ്പൊ 18 വയസ്സ് തൊട്ട് ഐ ഹവ് ബീൻ മേക്കിംഗ് മൈ ഓൺ മണി. ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, എനിക്കൊരു വോയിസ് ഉണ്ട്, ആൻഡ് യുനോ എന്റെ ഫാമിലിയിൽ എനിക്കൊരു വോയിസ് ഉണ്ട്, ആൻഡ് എനിക്ക് ആ ഫ്രീഡം ഉണ്ട്. സോ ഐ ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഒബ്വിയസ്ലി ഇങ്ങനത്തെ കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്യുമായിരിക്കും, പക്ഷെ അതിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആൻഡ് പ്രൈവസി എന്നെ അങ്ങനെ ഭയങ്കര മോശമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പോഴും ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെയും കൂടെ പുറത്തു പോകുന്ന ചില്ല് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഐ വുഡന്റ് വോണ്ട് ടു ഗിവ് ദാറ്റ് അപ്പ്. എന്താണെങ്കിലും അങ്ങനത്തെ സ്മോൾ ജോയ്സ് ഇൻ ലൈഫ് എനിക്ക് മിസ് ചെയ്യണമെന്ന് തീരെ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. സോ ഐ സ്റ്റിൽ ഗോ ഔട്ട് ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് ഫാമിലി, ഫ്രണ്ട്സ്.